ാണെങ്കിലും എത്ര വിദൂരത്താണെങ്കിലും ആ സ്നേഹവും ആ ബന്ധവും അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ടാണ് മഹാനായ ഉവൈസ് ബിൻ ആമിർ നിങ്ങളെ കണ്ടാൽ എവിടെയാണെങ്കിലും ആ ഉവൈസ് ബിൻ ആമിറിനോട് നിങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. എന്നോടൊന്നൊരു പ്രിയപ്പെട്ട പെങ്ങൾ പറഞ്ഞു, സാറേ, ഞാൻ കുറെ ഇലകൾ ഇങ്ങനെ സ്വപ്നം കണ്ടു. ആ ഇലകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരെഴുതിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ആ ഇലയിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് ഭക്ഷണം വിട്ടുകൊടുത്തു. അതൊരു സ്വപ്നമായിരുന്നു. പിന്നീട് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബർ ഞാൻ സ്വപ്നം കണ്ടു. ആ പെങ്ങളോട് ഞാൻ പറഞ്ഞു, പെട്ടെന്ന് അല്ലാഹു ഭാഗ്യം തരട്ടെ, എന്റെ പെങ്ങളെ പോലെ കാണുന്ന കുടുംബത്തിലെ സഹോദരിയാണ്, പെട്ടെന്ന് അല്ലാഹു ഭാഗ്യം തരട്ടെ. എത്രയും പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കട്ടെ. കാരണം പ്രിയപ്പെട്ടവരെ, അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ആ ശരിക്ക് ശരി വെച്ചുകൊണ്ട് മനസ്സിന്റെ അകത്ത് മുത്താഴങ്ങളെ കൊണ്ട് നടക്കുന്ന എന്റെ പ്രവാസികളെ, നാട്ടിലുള്ളവരെ കാണുന്നതിനേക്കാൾ വേഗത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. പണിയെടുത്ത് തളർന്നുപോയ ആകെ ലീവ് കിട്ടുന്ന വ്യാഴാഴ്ച ദിവസം രാത്രിയിൽ കളിവിനോദങ്ങൾ ഒഴിവാക്കി, കറങ്ങൾ ഒഴിവാക്കി, സന്തോഷങ്ങൾ ഒഴിവാക്കി സ്വലാത്തിന്റെ നഗരിയിലേക്ക് പറവകളെ പോലെ പാടി വരുന്ന അനീനത്തെ വെള്ളരിപ്പാലിന്റെ മഹത്വമുള്ളോ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ കാണുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളാ ഭാഗ്യം കരസ്ഥമാക്കണം. അതൊരു വാശിയായിട്ട് കൊണ്ടു നടക്കണം. സ്വലാത്ത് ഒഴിവാക്കിയ ഒരു ജീവിതം എനിക്കില്ല, ഹബീബില്ലാത്ത ജീവിതം എനിക്കില്ല, റസൂലുള്ളാഹിന്റെ ജീവിതം എനിക്കില്ല എന്ന് പറഞ്ഞ മനസ്സിന്റെ അകത്ത് മുത്താഴിതങ്ങൾക്ക് സ്ഥാനം കൊടുത്ത് കൊണ്ടുവന്നോ. ഉവൈസ് ബിൻ ആമിറിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. കുറെ കൊല്ലം കഴിഞ്ഞു, ഒരുപാട് കൊല്ലം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. ആ കാലഘട്ടത്തിൽ ഉവൈസ് ബിൻ ആമിറിനെ കാണാൻ കിട്ടിയില്ല. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഉവൈസ് ബിൻ ആമിർ ജീവിച്ചിരിക്കുന്നെങ്കിൽ എനിക്ക് കണ്ടേ പറ്റൂ. അങ്ങനെ എന്ത് ചെയ്തു? ഈ കർൺ എന്ന് പറയുന്ന രാജ്യത്തുള്ള ജനങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി. ഉമർ റളിയല്ലാഹു അൻഹു കർൺ എന്ന് പറയുന്ന രാജ്യത്തുള്ള എല്ലാ ജനങ്ങളെയും വിളിച്ചുകൂട്ടിയിട്ട് അവരോട് ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉണ്ടോ എന്നറിയാൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളിൽ ഉവൈസ് എന്ന് പേരുള്ളവർ ഒന്ന് കൈയുയർത്താൻ പറഞ്ഞു. എല്ലാവരെയും വിളിച്ചുകൂട്ടി, കർൺ എന്ന് പറയുന്ന രാജ്യത്തുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി. നിങ്ങളിൽ ഉവൈസ് എന്ന് പേരുള്ളവർ കൈയുയർത്താൻ പറഞ്ഞു. ആ സമയത്ത് ഒരു 2 പേര് കൈയുയർത്തി, 3 പേര് കൈയുയർത്തി എന്നാണ് ചരിത്രം പറയാം. 2 പേര് ഉവൈസ് ബിൻ ആമിർ ആയിരുന്നു, ഒരാൾ വെറും ഉവൈസാണ്. അപ്പൊ ഉവൈസ് ബിൻ ആമിർ മാത്രം കൈയുയർത്താൻ പറഞ്ഞപ്പോ 2 പേര് കൈയുയർത്തി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് വിചാരിച്ചു, അല്ലാഹുവേ, ഇതെല്ലാം ആരായിരിക്കും? എന്റെ ഹബീബ് പറഞ്ഞ ഉവൈസ്, ഒന്ന് കാണണമല്ലോ, ഒന്ന് പറയണമല്ലോ, ദുആ ചെയ്യാൻ. അപ്പുറത്തോളം മുത്തുനബിയുടെ മനസ്സിൽ ഞങ്ങളെക്കാളൊക്കെ സ്ഥാനം കിട്ടിപ്പോയ മനുഷ്യൻ ആരാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ അടയാളങ്ങൾ വെച്ചിട്ടൊന്ന് പരിശോധിക്കാൻ നോക്കി. ഉവൈസ് ബിൻ ആമിർ നോക്കുമ്പോൾ 2 പേരും പ്രായം ചെന്നവരാണ്, മെലിഞ്ഞൊളിഞ്ഞവരാണ്, ഈമാന്റെ പ്രകാശമൊക്കെ മുഖത്തുള്ളവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളിൽ സുഖമില്ലാത്ത ഒരു ഉമ്മ ആർക്കാണുണ്ടായിരുന്നത്? അയാൾ മാത്രം നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഒരാളിരുന്നു, ഒരാൾ എഴുന്നേറ്റു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ പ്രിയപ്പെട്ട സഹോദരനോട് ഇനിയും അടയാളങ്ങൾ ചോദിക്കണമല്ലോ, ചിലപ്പോ ആ യഥാർത്ഥ ഉവൈസ് ബിൻ ആമിർ മരിച്ചുപോയെങ്കിലും. അപ്പൊ ചോദിച്ചു, ഈ സുഖമില്ലാത്ത ഉമ്മയുള്ളത് കൊണ്ട് പുന്നാര നബിതങ്ങളെ കാണാൻ കഴിയാതെ ആഗ്രഹം കൊണ്ട് പൊട്ടിക്കരഞ്ഞ ആള് നിങ്ങളാണോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ലാഹുവേ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, പ്രിയപ്പെട്ട ഉമർ അൽ ഖത്താബേ, എന്റെ റൂം മുഴുവനും സലാത്തിന്റെ സാക്ഷിയാണ്, എന്റെ നാട് മുഴുവനും സലാത്തിന്റെ സാക്ഷിയാണ്. എന്റെ ഉമ്മ ലോകത്ത് നിന്ന് വിട പറയുമ്പോ എന്നോട് പറഞ്ഞത് പോലെ നിനക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊരുത്തം കിട്ടട്ടെ. എത്ര സലാത്ത് ചൊല്ലിയടാ എന്നിട്ടും നിനക്ക് കാണാൻ പറ്റിയില്ലല്ലോ, നീ എത്ര സ്നേഹിച്ചു മോനെ എന്നിട്ടും നിനക്ക് കാണാൻ പറ്റിയില്ലല്ലോ. ഇത് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു കരുതുകയാണ്, ഉവൈസ് ബിൻ ആമിർ ഇതാണോ എന്ന് തെളിയിക്കാൻ ഇനി ഒരു തെളിവ് കൂടി വേണമെന്ന്
റളിയല്ലാഹു അൻഹുവിന് അറിയാമായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഉവൈസ് ഇബ്നു ആമിറിന്റെ ശരീരത്തിൽ ഒരു നാണയത്തിന്റെ അളവനുസരിച്ച് വെള്ളപ്പാണ്ട് രോഗത്തിന്റെ അടയാളമുണ്ടായിരുന്നു. ഒരു നാണയത്തിന്റെ അളവനുസരിച്ച് വെള്ളപ്പാണ്ട് രോഗത്തിന്റെ അടയാളം. റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉവൈസേ, നിന്റെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗത്തിന്റെ അടയാളമുണ്ടോ? ഉവൈസ് ഇബ്നു ആമിർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, ആരാണ് നിങ്ങളോടിത് പറഞ്ഞത്? ഞാനും എന്റെ പടച്ചവൻ മാത്രം അറിയുന്ന രോഗം, ഞാനും എന്റെ അല്ലാഹുവും മാത്രം അറിയുന്ന രോഗം. ആരാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് എന്നോടൊന്ന് പറയോ? ആരാ നിങ്ങളോട് പറഞ്ഞതെന്ന് എന്നോടൊന്ന് പറയോ? റളിയല്ലാഹു അൻഹു പറയുന്ന, എല്ലാ ജനങ്ങളും ഒന്ന് മാറി നിൽക്കുക, എന്റെ ഉവൈസിന്റെ അരികിലേക്ക് വരിക, എന്റെ ഉവൈസിന്റെ അരികിലേക്ക് വരിക. ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു നടന്നു വരുമ്പോ റളിയല്ലാഹു അൻഹു എന്റെ കയ്യിൽ ഗോട്ടി വിരിച്ച് പാടത്തിലേക്ക് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഉവൈസേ, ഈ പാവപ്പെട്ട ഉമറിന് വേണ്ടി നീ ദുആരക്കണം. ഉവൈസേ, ഈ വലത്തെ കയ്യിൽ വാളും പിടിച്ച് നീ സ്നേഹിച്ച മുത്ത് റസൂലിന്റെ തലവെട്ടാൻ വിവരമില്ലാത്ത കാലഘട്ടത്തിൽ മക്കയുടെ മണ്ണിലൂടെ കുതിര ഓട്ടിച്ചവനാണ് ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ സ്നേഹിച്ച മുത്ത് നബിയുടെ തലവെട്ടാൻ വേണ്ടി മക്കത്തൂടെ ഊരിപ്പിടിച്ച വാളുമായി ഓടിയവനാണ് വിവരമില്ലാതിരുന്ന കാലത്തിൽ ഈ ഉമർ. അതുകൊണ്ട് ഈ ഉമറിന് വേണ്ടി ദുആരക്കണേ, നിന്നെ അല്ലാഹുവിന്റെ ഹബീബിന് നമ്മളെക്കാൾ ഇഷ്ടമായിരുന്നു എന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ നിന്നെ നമ്മളെക്കാളും ഇഷ്ടമായിരുന്ന ഉവൈസേ, ഈ ഉമറിനെക്കാളും മൺമറഞ്ഞു പോയ അബൂബക്കറിനെക്കാളും ഒക്കെ ദൂരത്തിരുന്ന സഹാബില്ലേ ഉവൈസേ, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്റെ ഖത്തറിൽ വന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ നന്നായി ഇഷ്ടപ്പെടുമല്ലോ, പക്ഷെ സ്വലാത്ത് കൊണ്ട് ആത്മീയമായ പരമോന്നി നമ്മൾ നേരിടാൻ ഉദ്ദേശിക്കണം. ഒരുപാട് സ്വലാത്തുകളിൽ ഒരുപാട് സ്നേഹം പങ്കുവെച്ച്, ഒരുപാട് പങ്കുവെച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിങ്ങോട്ട് വരാൻ കേരളത്തിന് അഭിമാനമല്ലേ? വെളിയങ്ങോട് പറയാൻ റളിയല്ലാഹു അൻഹു മദീനത്ത്